ഞാൻ പറയുന്നത് മുറിക്കരുത്. കാരണം എനിക്ക് ആദ്യം ഒരു അവസരം കിട്ടിയുള്ളൂ, സമയം തന്നില്ല. അല്ലെ പിന്നെ നാളെ അങ്ങനെ പറയരുത്. ദീർഘമായ സമയമായിരുന്നു, പറഞ്ഞോളൂ. അല്ലല്ല, സമയം തന്നിരുന്നില്ല, പിന്നെ നാളെ പറഞ്ഞോളാം. ഇല്ലില്ല, അങ്ങനെ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ അനുവദിക്കണം. ഒന്ന്, RSSകാർ പറഞ്ഞു ഇത് ഞങ്ങൾ നടത്തിയ പരീക്ഷണമാണ്. ആ പരീക്ഷണം ഇനി വേറെ തരത്തിൽ ഞങ്ങൾ പരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരാ ഇന്ത്യ ഭരിക്കുന്നത്? ആ RSSകാർ പൊളിച്ചൊരു പള്ളി, ആ പള്ളി അമ്പലമാക്കി അവിടെ നിർമ്മിക്കപ്പെട്ടപ്പോൾ അതിന് ലോകസഭയിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്ന പ്രമേയത്തിൽ പിന്തുണ കൊടുത്തിട്ട് വന്ന കോൺഗ്രസ്സുകാരാണ്. ഞാൻ പറയട്ടെ, ആ കോൺഗ്രസ് ആണ്. ഞാൻ പറയട്ടെ സാർ, പറയട്ടെ സാർ, ഞാൻ പറയട്ടെ, ആ കോൺഗ്രസ് ആണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. അല്ല, ഇലക്ട്രൽ ബോൺസിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളാണ്, ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിക്കുമ്പോഴാണ് മറ്റ് വിഷയങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടക്കുന്നത്. ഖേദകരമാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നമുക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? വ്യാഴാഴ്ച കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടി വരില്ല. മറ്റു കാര്യങ്ങൾക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റാ. ശരി, എന്നാൽ അനിൽകുമാർ പറയൂ. തെറ്റാ ചെയ്യുന്നത്. വേഗം പറയൂ. നിങ്ങളുടെ ഇഷ്ടം ക്ഷമ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. പറയട്ടെ ഒന്ന് അനിൽകുമാർ. പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നുണ്ടല്ലോ, പറയൂ വേഗം. രണ്ട്, ഈ പദ്ധതി വന്നപ്പോൾ RBI എന്താ പറഞ്ഞെന്നറിയാവും? കടപ്പത്രം പുറപ്പെടുവിക്കാൻ ഇന്ത്യ രാജ്യത്ത് നിയമപ്രകാര അധികാരം RBIക്കാണ്. RBIയുടെ അധികാരം SBIക്ക് കൈമാറുന്ന നരേന്ദ്രമോദിയുടെ നടപടി തെറ്റാണെന്ന് RBI എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ RBI അട്ടിമറിച്ചാണ് SBI ഏൽപ്പിച്ചത്. എന്തിനാണ് SBI ഏൽപ്പിച്ചത്? നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും കൂടെ ഈ കൂട്ടുകച്ചവടം നടത്താൻ. ആ കൂട്ടുകച്ചവടത്തിന് മുഴുവൻ കൂട്ടുനിന്ന് കിട്ടുന്നതെല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് അവർ പെട്ടിയും തുറന്നു വെച്ച് ചാക്കും തുറന്നു വെച്ച് വാങ്ങിച്ച് എണ്ണിക്കൂട്ടിയ കോൺഗ്രസ് ആണ് വർത്താനം പറയണത്. ഏത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് CPM പറയണം. ഒന്ന് ക്ഷമിക്കുക അഡ്വക്കേറ്റ് പ്രശാന്ത്. വ്യാഴാഴ്ച കാര്യങ്ങൾ പ്രതീക്ഷിക്കാമോ അഡ്വക്കേറ്റ് പ്രശാന്ത്? CPM-നെ ആക്രമിച്ചിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. CPM-നെ ആക്രമിക്കുക, മറുപടി പറയാൻ സമ്മതിക്കില്ല. പറഞ്ഞല്ലോ CPM-നെ ആക്രമിക്കുക, മറുപടി പറയാൻ സമ്മതിക്കില്ല. താങ്കൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം അറിയാം. ഈ വിഷയത്തിന്റെ ഗൗരവം അറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്, അങ്ങനെ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് തടയുകയാണ് വേണ്ടത്. ശരി, ഒന്ന് സഹകരിക്കും. എത്ര സമയം? എന്താ ഈ പറയുന്നത്? എത്ര സമയം? ഇല്ല, നമുക്ക് സമയം ഇല്ല. വേറെ സമയം കൊടുത്തില്ല. ഏറ്റവും കുറച്ച് സമയം കിട്ടിയ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഒന്ന് പറഞ്ഞ പറഞ്ഞു CPM-നെ അപമാനിക്കാൻ. അതിൽ അപമാനമൊന്നുമില്ലല്ലോ. BJP-യുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞുകൊള്ളട്ടെ. 2017-18 മുമ്പ് ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് കൊള്ളാവുന്ന വക്കീലിനെ വെച്ച് ഞങ്ങൾ അതിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടിയെന്ന് ബഹുമാനപ്പെട്ട വക്കീലിന് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങളൊരു നല്ല വക്കീലിനെ വെച്ച് കള്ളക്കേസ് പൊളിച്ചു കൊടുത്തത് നിങ്ങൾക്ക് തന്നെ വിഷമം, നിങ്ങൾക്കാർക്കാ വിഷമം? അതിന് കോൺഗ്രസ്സുകാരെന്താ പറയുന്നത്? ഖരീസാൽവയുടെ പൈസ CPM കൈകാര്യം ചെയ്യും. നിങ്ങൾ കള്ളക്കേസ് എടുത്തപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കള്ളക്കേസിന് തല കുത്തിരിക്കണം. മിണ്ടാതിരിക്കൂ പ്ലീസ്. ഒന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ എന്നെ വിളിച്ചുണ്ടായിരിക്കാനാണ് എന്താ ഈ പറയുന്നത്? അവസാനിപ്പിക്കല്ലേ? അല്ലല്ല, എന്നെ വിളിച്ചുണ്ടായിരിക്കാനാണ്. ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് എന്ത് പറയാം? താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞോളൂ. എന്തെല്ലാം കാര്യങ്ങളെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞു? ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു മാറ്റം വരുത്തി പൊളിറ്റിക്കൽ പാർട്ടികളെ അവരുടെ കിട്ടിയ സംഭാവനകൾ വെളിപ്പെടുത്തണമെന്നുള്ള ഒരു വകുപ്പ് എടുത്തു കളഞ്ഞു ഇലക്ട്രൽ ബോണ്ട് സ്കീം വന്നപ്പോൾ. അത് എന്ത് രീതിയിലുള്ള സുതാര്യത ഉറപ്പുവരുത്താനായിരുന്നു?
നേരത്തെ ഉണ്ടായിരുന്ന എന്ത് അഴിമതി ഒഴിവാക്കാനായിട്ടാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു അമെൻമെന്റ് വരുത്തിയിട്ട് ആ ഒരു കാര്യത്തിൽ പൊളിറ്റിക്കൽ പാർട്ടികളെ എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തത്. ആ ഒരൊറ്റ കാര്യം മാത്രം വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇത് മറച്ചു വെക്കാനായിരുന്നു. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള കറപ്ഷൻ ആയിരുന്നു. കറപ്ഷൻ എന്ന് പറയാൻ നിയമത്തിന്റെ ബലത്തോടു കൂടി ഒരു ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ട് ഒരു സ്കീം കൊണ്ടുവന്നിട്ട് അത് കറപ്ഷനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൽ ആ ആരോപണം വളരെ ശരിയാണ്, വളരെ വലിയൊരു അഴിമതിയായിരുന്നു. അതിനൊരു നിയമത്തിന്റെ പിന്തുണ കൊടുക്കാനാണ് ശ്രമിച്ചത്. ആ നിയമം തന്നെ അസാധുവാണെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്. തീർച്ചയായിട്ടും ഇവർക്ക് SBIക്ക് ഇത് മുഴുവൻ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.